ഈ ഒരു സ്കിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മൾ ഒരു ഇതുപോലെ സ്കിന്നുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മളൊന്ന് ഫോമുലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണ്ടേ എന്നുള്ളതാണ് ഞാനിനി കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്കിന്നിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇതുപോലെ പ്രശ്നം വന്നപ്പോൾ ഒരിക്കലും ഞാൻ അഡ്വൈസ് ചെയ്തില്ല അവരോട് പുറമേ ഉള്ള സാധനങ്ങൾ പുരട്ടി ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇമ്പോസിബിളാണ്. കാരണം ഇതിൽ വന്നിരിക്കുന്നത് ഫാറ്റ് ലോസ് പോലെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾ, കോളജൻ, അങ്ങനെ വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്കിന്നാണത്. അപ്പോൾ ഇത് മുഴുവൻ റീജനറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെപ്പോലെയുള്ള പുറത്ത് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഡോക്ടർ ചെന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്ത പ്രകാരമാണ് ഞാൻ അവർക്ക് ഫോമുലേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഈവൺ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് പോലും യൂസ് ചെയ്യരുത്. ഞാനത് പ്രത്യേകം ഡോക്ടർക്ക് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ട് ചോദിച്ചു. അതായത് നമ്മുടെ നയാസിനിമേഡ് അതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, വൈറ്റമിൻ സി. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ജസ്റ്റ് ഓയിൽ ആൻഡ് ബട്ടേഴ്സ്, അതും നാച്ചുറൽ. അപ്പോൾ 100% നാച്ചുറൽ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നി. അത് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ അലോവേര ജെൽ അപ്ലൈ ചെയ്യേണ്ടത് നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്നും പറഞ്ഞു. ഇനി ഇതുപോലെ സ്കിൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം, ഒന്ന് അവരുടെ മിനറൽസ്, ശരീരത്തിന് ആവശ്യമുള്ള പല കാര്യങ്ങളും അവർ സമയത്തിന് ഭക്ഷണം കഴിക്കാതെയും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട്, പിന്നെ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടായി. പിന്നെ മെയിൻ കാരണം വെയിൽ. നമ്മുടെ നാട്ടിലെ സൺലൈറ്റ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏതെങ്കിലും രീതിയിൽ. അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊട്ടക്ഷൻസ് നമ്മൾ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുഴുവൻ സ്കിൻ കെയർ ചെയ്യാൻ മാത്രമാണ്. അതായത് ഉള്ളിലേക്ക് കൊടുക്കേണ്ടത് നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തേ മതിയാവും. അല്ലാതെ പുറത്തുനിന്ന് കിട്ടുന്ന ഈ ഒരേ സാധനങ്ങളിൽ നിന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് മുഴുവൻ വാരി ദേഹത്ത് തേക്കാതിരിക്കുക. പിന്നെ ഡോക്ടർ പറഞ്ഞു സൺസ്ക്രീൻ ഉപയോഗിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞാനൊരു സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് നിർത്താം. കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സൺസ്ക്രീൻ ഡോക്ടർ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിലും പറയുന്നതാണ്, സൺസ്ക്രീൻ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഉറപ്പായിട്ടും നല്ല സൺസ്ക്രീൻ ഏതാണെന്ന് ഡോക്ടറുടെ അടുത്ത് പോയി കണ്ട്, നമുക്ക് ഓരോ സ്കിന്നിനും ചേർന്ന ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നല്ല സൺസ്ക്രീൻ, അതിനു വേണ്ടി നിങ്ങൾ പൈസ ചിലവഴിച്ചാലും കുഴപ്പമില്ല. ബാക്കിയുള്ളത് ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇപ്പോൾ നമുക്ക് അലോവേര ജെല്ല് വെച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ സൺസ്ക്രീൻ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. അതിൻ്റെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടേഴ്സും അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോഴും നമ്മളൊരു മെഡിക്കേറ്റഡ് സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മളിപ്പോൾ കൈമയൊക്കെ തേക്കാനൊക്കെ ആയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സിങ്ക് ഓക്സൈഡ് വെച്ചുണ്ടാക്കുന്ന, അത് ഫുൾ സൺസ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു പ്രൊട്ടക്ഷനൊക്കെ തരും. കാരണം നമുക്ക് കൈമയൊക്കെ എപ്പോഴും ഇത്രയും വില കൂടി സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ ഇടാൻ ശ്രമിക്കുന്നത് ഈ സ്കിന്നിന് ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് ഫോമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇടാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാം. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇത് പുറത്ത് അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രം റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ സ്കിൻ പ്രൊട്ടക്ഷൻ മാത്രമാണ് ചെയ്യുന്നത്.